നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. CMRL എക്സാലോജിക് ദുരൂഹ ഇടപാടുകളിൽ അന്വേഷണം ആരംഭിച്ച ED CMRL പ്രതിനിധികളെ ഇന്ന് ചോദ്യം ചെയ്യും. കമ്പനിയുടെ ഫിനാൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെയാണ് ആദ്യം ചോദ്യം ചെയ്യുന്നത്. രാവിലെ 11 മണിയോടെ കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകളുമായി കൊച്ചി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. ഉദ്യോഗസ്ഥനെ അയക്കാതെ രേഖകൾ അഭിഭാഷകൻ മുഖേന ഹാജരാക്കാനാണ് CMRLന്റെ നീക്കമെന്നാണ് സൂചന. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും CMRLും തമ്മിലുള്ള ദുരൂഹമായ പണമിടപാടുകളിൽ ED കേസെടുത്തിരുന്നു. അന്വേഷണത്തിന് തുടക്കമിട്ടുള്ള ആദ്യ നടപടിയാണിത്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് CMRL മാസപ്പടി നൽകിയെന്നാണ് ആരോപണം. ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലൂടെയാണ് ഇരു കമ്പനികളും തമ്മിലുള്ള ദുരൂഹ സാമ്പത്തിക ഇടപാടുകൾ പുറത്തുവന്നത്. സംഭവത്തിൽ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ED കേസ് രജിസ്റ്റർ ചെയ്തത്. ഇരു കമ്പനികളും തമ്മിലുള്ള സേവന കരാറിന്റെ മറവിൽ നടന്നത് കള്ളപ്പണം വെളുപ്പിക്കലാണെന്ന കണ്ടെത്തലിലാണ് ED അന്വേഷണം നടക്കുന്നത്. എക്സാലോജിക് എന്ത് സേവനമാണ് CMRLന് നൽകിയെന്നതിന് ഇരു കമ്പനികളും വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. സേവനത്തിന് അല്ലെങ്കിൽ എന്തിനാണ് ഇരു കമ്പനികളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്നതിലാണ് ED വ്യക്തത തേടുക. ഇരു കമ്പനികളും തമ്മിൽ നടന്ന 1.25 കോടി രൂപയുടെ ഇടപാടുകൾ രേഖകൾ പരിശോധിച്ച് CMRL പ്രതിനിധികളിൽ നിന്ന് മൊഴി ശേഖരിക്കുകയായിരിക്കും ആദ്യപടി. CMRL 2013-14 സാമ്പത്തിക വർഷം മുതൽ 2019-20 സാമ്പത്തിക വർഷം വരെയുള്ള കാലയളവിൽ 135 കോടി രൂപയുടെ സ്വത്ത് സമ്പാദിച്ചത് വെളിപ്പെടുത്തിയിട്ടില്ലെന്നും ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു. ഇതിൽ 95 കോടി രൂപ ചില രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും കൈമാറിയതായാണ് കണ്ടെത്തൽ. ഇത് സംബന്ധിച്ച വിശദീകരണവും ED തേടും. ഇതിനുശേഷം CMRL MD ശശീന്ദ്രൻ കർത്ത, കമ്പനിയുടെ ഡയറക്ടർമാർ എന്നിവരിൽ നിന്നും മൊഴിയെടുക്കും. വീണ വിജയനെയും സംസ്ഥാന വ്യവസായ വികസന വകുപ്പ് ഉദ്യോഗസ്ഥരെയും ഉടൻ വിളിപ്പിക്കും. CMRL നിന്നും പണം കൈപ്പറ്റിയിരിക്കുന്നവരെയും വിളിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷണം തുടരുന്നതിനിടെയാണ് ED അന്വേഷണവും നടക്കുന്നത്. വീണ വിജയൻ, എക്സാലോജിക് കമ്പനി, CMRL, പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവരാണ് നിലവിൽ അന്വേഷണ പരിധിയിലുള്ളത്. CMRLുമായുള്ള സാമ്പത്തിക ഇടപാടിന് പുറമെ വീണ വിജയന്റെ സ്ഥാപനം നടത്തിയ മറ്റ് സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുമോ എന്ന് വ്യക്തമല്ല. നൽകാത്ത സേവനത്തിന് 2017-20 കാലയളവിൽ വലിയ തുക പ്രതിഫലം നൽകിയെന്ന ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ് മാസപ്പടി വിവാദത്തിന് തിരികൊളുത്തിയത്. തുടർന്ന് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഏറ്റെടുക്കുകയായിരുന്നു. മകൾ മാസപ്പടി കൈപ്പറ്റിയെന്നതിനെ കുറിച്ചുള്ള അന്വേഷണം പിണറായിലേക്ക് നീളുമെന്ന് വ്യക്തമാണ്. സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്ന് PV എന്ന ചുരുക്കപ്പേരുള്ള ആൾ കോടികൾ കൈപ്പറ്റിയെന്ന് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിലുണ്ട്. ഇതിൽ പറയുന്ന PV താനല്ലെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നുണ്ടെങ്കിലും ആരും അത് മുഖവിലക്കെടുക്കില്ല. അഴിമതി കേസുകളുടെ കാര്യത്തിൽ പാർട്ടി നേതാവ് എന്ന നിലയ്ക്കും മുഖ്യമന്ത്രി എന്ന നിലയ്ക്കും പിണറായി വിജയന്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാമെന്ന് പ്രതിപക്ഷം പറയുന്നു. പണം കൈപ്പറ്റിയ മറ്റ് ചില നേതാക്കളുടെ ചുരുക്കപ്പേരുകളും റിപ്പോർട്ടിലുണ്ട്. തങ്ങൾ കൈപ്പറ്റിയത് പാർട്ടിക്കായുള്ള സംഭാവനകളാണെന്നും ഈ നേതാക്കൾ പറയുകയുണ്ടായി. ഇങ്ങനെ പറയാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിയുന്നില്ല. കിട്ടിയ പണം പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കാത്തതാവാം കാരണം. വിവാദത്തിൽപ്പെട്ട കരിമണൽ കമ്പനിക്ക് മുഖ്യമന്ത്രി വഴിവിട്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുത്തതായി ആരോപണം ഉയർന്നിട്ടുണ്ട്. EDയുടെ അന്വേഷണം ഇതിലേക്കൊക്കെ നീളുമെന്നാണ് കരുതേണ്ടത്.